ഹായ് ഫ്രണ്ട്സ്, ടെക് ക്യാച്ചിൻ്റെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ വീടുകളിൽ അലങ്കാരപ്പെടുന്ന കുറേ അധികം ലൈറ്റുകൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എന്നാൽ അതിന് കുറേ അധികം പൈസ മുടക്കേണ്ടി വരുന്നു. എന്നാൽ കുറഞ്ഞ ചിലവിൽ ഏകദേശം 50 രൂപ മാത്രമാണ് എനിക്ക് ഈ ലൈറ്റ് ഉണ്ടാക്കാൻ ആകെ ചിലവ് വന്നിരിക്കുന്നത്. ഇതേപോലൊരു ലൈറ്റ് എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം, ആർക്കും നിഷ്പ്രയാസം ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടനോട് തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഫ്രണ്ട്സ്, നമുക്ക് ആദ്യമായി വേണ്ടത് ഇതേപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാണ്. അതിനുശേഷം 15 സെൻറ്റിമീറ്റർ നീളത്തിലും വീതിയിലും മുറിച്ചിരിക്കുന്ന ഒരു കാർഡ്ബോർഡ് പീസ് 4 എണ്ണമാണ് നമുക്ക് ആവശ്യമുള്ളത്. അതിനുശേഷം ഇതേപോലെ കോട്ടൻ്റെ ഒരു നൂല്, പിന്നെ കുറച്ച് ഫെവിക്കോള്, ശേഷം നമുക്ക് ഇതേപോലെ ഒരു LED സ്ട്രിപ്പ് ലൈറ്റും അതിൻ്റെ ഒരു കണക്ടറും ആവശ്യമാണ്. ആദ്യം നമുക്ക് ഈ കാർഡ്ബോർഡ് പീസിൻ്റെ എഡ്ജ് ഒന്ന് വൃത്തിയാക്കാം. അതിന് ഞാനിവിടെ സെല്ലോ ടേപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സെല്ലോ ടേപ്പ് കൊണ്ട് ഈ 4 എണ്ണത്തിൻ്റെയും എഡ്ജിൽ നമുക്ക് ഒട്ടിക്കാം. ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ആ സെല്ലോ ടേപ്പ് കറക്റ്റായ എഡ്ജുകളിൽ ഇതേപോലെ ഒട്ടിച്ചതിന് ശേഷം ആ ബാക്കിയുള്ള ഭാഗം കത്രിക ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതേപോലെ തന്നെ 4 പീസിൽ നമുക്ക് ഒട്ടിച്ച് കറക്റ്റായി തന്നെ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ്. കാണാൻ നിങ്ങൾക്ക് ആ എഡ്ജ് നല്ല ഫിനിഷിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് 4 ഭാഗത്തു നിന്ന് ഒട്ടിക്കാം. അതുപോലെ നമ്മൾ ഒട്ടിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. പക്ഷെ 4 പീസിൽ ഒട്ടിക്കുക. അതിന് ശേഷം നമുക്ക് ഈ പാത്രത്തിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം. ആ സെൻറ്ററിൽ കൂടെ ഒരു ലൈൻ ഇതേപോലെ വരയ്ക്കണം. അതിന് പെർപെൻഡിക്കുലറായി ഒരു ലൈൻ കൂടെ വരയ്ക്കണം. അപ്പോൾ ഈക്വലായിട്ട് 4 പാർട്സായിട്ട് നമ്മുടെ പാത്രത്തെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അടുത്ത വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കാർഡ്ബോർഡ് ഒന്ന് നമ്മുടെ ഈ പാത്രത്തിൽ ഒട്ടിച്ചെടുക്കണം. അതിനായി നമ്മൾ 1 ഇഞ്ച് നീളത്തിൽ, സെൻറ്ററിൽ നിന്ന് 1 ഇഞ്ച് നീളത്തിൽ 4 ഭാഗത്തേക്ക് ഞാൻ ഈ വരച്ചിരിക്കുന്ന പോലെ ലൈൻ വരയ്ക്കുക. ഈ ലൈനിൻ്റെ അറ്റത്താണ്, ഈ കുഞ്ഞു ലൈനിൻ്റെ അറ്റത്താണ് നമ്മൾ ആ കാർഡ്ബോർഡ് കറക്റ്റായി സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനായി ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാം. ടൈറ്റായി ഒട്ടി നിൽക്കണം. അപ്പോൾ ഇതേപോലെ ആണ് സെറ്റ് ചെയ്യുന്നത്. അവിടെ നമുക്ക് ആ 4 പീസും ഒന്ന് നമ്മുടെ പാത്രത്തിലൊന്ന് ഒട്ടിച്ചെടുക്കുക. ഒട്ടിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ആ ഒരു ലൈറ്റിൻ്റെ ഡിസൈൻ വരുന്നത്. അതിനുശേഷം നമുക്ക് ആ ഒന്ന് കളർ ചെയ്തെടുക്കാം. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ഡിസൈൻ വേണമെങ്കിലും ഇതേ ചെയ്യാം. ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ ബ്ലാക്ക് കളറാണ് യൂസ് ചെയ്യുന്നത്, സ്പ്രേ പെയിൻറ്റ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാട്ടർ കളറോ എന്ത് കളർ യൂസ് ചെയ്ത് വേണമെങ്കിലും നമുക്കിത് പെയിൻറ്റ് ചെയ്യാം. അതിനുശേഷം ഒരു 3 മണിക്കൂർ ഡ്രൈ ചെയ്യാൻ വെക്കുക. ഇപ്പോൾ ഫ്രണ്ട്സ്, നന്നായി തന്നെ അത് ഉണങ്ങി വന്നിട്ടുണ്ട്. ഒരു 3 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് അടുത്ത ഇതിനകത്ത് ഡിസൈൻ വർക്കാണ് ചെയ്യേണ്ടത്. എൻ്റെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചാണ് ഞാനൊരു ഡിസൈൻ ഇതിൽ ചെയ്യുന്നത്. എന്നാൽ ഞാനിവിടെ ഫെവിക്കോളും നമ്മൾ നേരത്തെ ചെയ്യുന്ന കോട്ടൺ നൂലും നന്നായി ആ ഫെവിക്കോളിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ഈ ഒരു പാറ്റേണിലാണ് ഞാൻ ആ നൂല് അതിൽ ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത്. എത്രത്തോളം ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇതേപോലെ ഒരു പാറ്റേണിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അടുത്തത് നമുക്ക് നമ്മുടെ ഡിസൈൻ കഴിഞ്ഞ ശേഷം നമുക്ക് ആ ലൈറ്റ് ഒന്ന് ഇതിലൊന്ന് സെറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിന് മുന്നേ നമ്മുടെ സ്ട്രിപ്പ് ലൈറ്റിൽ ആ കണക്ടർ ഒന്ന് കണക്ട് ചെയ്തെടുക്കുക. അതിലേക്കാണ് നമ്മൾ ആ 12 വോൾട്ട് സപ്ലൈ കൊടുക്കുന്നത്. ഇപ്പോഴേ ആ സ്ട്രിപ്പ് ലൈറ്റ് കത്തു. അതിനെ ആ സ്ട്രിപ്പ് ലൈറ്റിൻ്റെ പോസിറ്റീവിൽ നമ്മുടെ കണക്ടറിൻ്റെ റെഡ് വയറും നെഗറ്റീവിൽ ആ വൈറ്റ് വയറും കറക്റ്റായി സോൾഡർ ചെയ്യുക. പ്രധാനമായിട്ട് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അത് ഷോർട്ട് ആവാൻ നോക്കുക. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കത്തുന്നുണ്ടോ എന്ന്. സ്വിച്ച് ഓൺ ആകുമ്പോൾ തന്നെ നല്ല പ്രകാശത്തിൽ ആ സ്ട്രിപ്പ് ലൈറ്റ് കത്തുന്നുണ്ട്. ഏകദേശം മീറ്ററിന് 30 രൂപയാണ് ഇത് മാർക്കറ്റിൽ ലഭിക്കുന്നത്. അടുത്ത നമുക്ക് നമ്മുടെ ഡിസൈനിലൊന്ന് ഈ ലൈറ്റ് സെറ്റ് ചെയ്തെടുക്കുക. സ്ട്രിപ്പ് ലൈറ്റ് ഒന്ന് നന്നായി തന്നെ ഒട്ടിക്കുക. സ്ട്രിപ്പ് ലൈറ്റിൻ്റെ ബാക്കിൽ പശയുള്ളതുകൊണ്ട് നമുക്കത് നന്നായി തന്നെ ഒട്ടിക്കാം. ഫസ്റ്റ് നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. സ്ട്രിപ്പ് ലൈറ്റ് കറക്റ്റായി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കത്തുന്നുണ്ടോ എന്ന് നോക്കാം. കണക്ടറിൽ കുത്തി സ്വിച്ച് ഓൺ ആക്കുമ്പോൾ തന്നെ നല്ല പ്രകാശത്തിൽ നമ്മുടെ സ്ട്രിപ്പ് ലൈറ്റ് നമ്മുടെ ഡിസൈനിൽ കത്തുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഭിത്തിയിൽ സെറ്റ് ചെയ്യാം. ഞാനിത് എൻ്റെ റൂമിലൊരു ഭിത്തിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത നമുക്ക് ഒന്ന് കറണ്ടിൽ കൊടുത്ത് നോക്കാം കത്തുന്നുണ്ടോ എന്ന്.
കണക്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല പ്രകാശത്തിൽ പകൽ വെളിച്ചത്തിൽ കത്തുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഗൈസ് ലൈക്ക് ആൻഡ് ഷെയർ മറക്കാതെ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനിയും ഇങ്ങനെയുള്ള അടിപൊളി വീഡിയോകൾ ലഭിക്കാനായി ടെക് ക്യാച്ചർ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, സബ്സ്ക്രൈബ് ബട്ടണോട് തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ.